വിപിൻ, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അവലോകന യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം, അതിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ, അവിടെയുള്ള മന്ത്രിതല സംഘം, മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ അത് സ്വാഗതാർഹമാണ് ആ പ്രധാനമന്ത്രിയുടെ സമീപനമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു തീരുമാനം ഡൽഹിയിൽ ഒട്ടും വൈകാതെ ഉണ്ടാകും എന്ന് കരുതാം. വയനാട്ടിലേക്ക് വന്നാൽ എന്താണ് അവിടെ ഇനി നടക്കാൻ പോകുന്നത്? നാളെ വീണ്ടും ജനകീയ തെരച്ചിൽ എന്നതാണ് വിവരം. അപ്പോൾ ഇന്നലെ വരെ നടന്ന തെരച്ചിൽ അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കുകയാണല്ലോ. വയനാട് ദുരന്തബാധിത പ്രദേശവും അവിടുത്തെ രക്ഷാപ്രവർത്തകരും ഒക്കെ അല്ലേ? അതെ വിജയകുമാർ, ഇന്ന് കേരളത്തെ സംബന്ധിച്ച്, വയനാടിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയേകുന്ന ഒരു പകലാണ് കടന്നുപോയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട ആ ദുരന്തമുണ്ടായ പ്രദേശം കാണാനും ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാനുമായി എത്തിയിരിക്കുന്നു. അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നൽകിയിരിക്കുന്നു. കേരളത്തിന്റെ ഒപ്പം ഉണ്ടാകുമെന്നും പുനരധിവാസത്തിനടക്കം പണം ഒരു തടസ്സമാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആവശ്യപ്പെടുന്നതും അതേ കാര്യമായിരുന്നു. കാരണം പുനരധിവാസത്തിന് ഉള്ള പണം അത് പാക്കേജായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു. അത് കൃത്യമായി മനസ്സിലാക്കി മടങ്ങിയിരിക്കുന്ന പ്രധാനമന്ത്രി അതിൽ അനുഭാവപൂർവമായ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. കാരണം ഒരു കൃത്യമായ ഷെഡ്യൂളിലാണ് അദ്ദേഹം ഇന്ന് വന്നിരുന്നത്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഏകദേശം ഒരു പകൽ മുഴുവൻ 2 മണിക്കൂർ അദ്ദേഹം വയനാട്ടിൽ ചെലവഴിക്കാൻ തീരുമാനിച്ച സമയത്തേക്കാൾ കൂടുതൽ ഇവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. ക്യാമ്പിലടക്കം അദ്ദേഹം അത്തരത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. മണ്ണാർമല സ്കൂളിലേക്കാണ് അദ്ദേഹം ആദ്യം പോയിരുന്നത്. കാരണം ബെയിലി പാലം മാത്രമായിരുന്നു ആദ്യം ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ആദ്യം പോയത് മണ്ണാർമല സ്കൂളിലാണ്. അവിടെ ഏകദേശം 15 മിനിറ്റോളം അദ്ദേഹം ചെലവഴിക്കുകയും കുട്ടികളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പാക്കേജ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വേണമെന്നുള്ളത് കൂടി ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ കൂടി ഗൗരവമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദർശനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒപ്പം തന്നെ നമ്മൾ വീണ്ടും തിരച്ചിലിലേക്ക് തന്നെ നാളെ പോവുകയാണ്. നാളെയും ജനകീയ തിരച്ചിലാണ് നടക്കുന്നത്. ഇന്നലെയും ജനകീയ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാവിലെ 6 മുതൽ രാവിലെ 8 മണി മുതൽ 11 മണി വരെ മാത്രമാണ് തിരച്ചിൽ നടത്തിയത്. നാളെ അത് രാവിലെ 7 മണി മുതൽ തന്നെ സജീവമായി തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 20 ആളുകൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായി വളരെ കുറച്ച് ആളുകളെ മാത്രമേ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോയിരുന്നുള്ളൂ. അപ്പോൾ നാളെ അത് കൂടുതൽ ആളുകളെ കൊണ്ടുപോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ ക്യാമ്പിൽ കഴിയുന്നവരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ ദുരന്തമുണ്ടായ ഭൂമി ഈ തിരച്ചിലിന് വേണ്ടി സഹായത്തിന് വേണ്ടി അവരെ കൂടി കൊണ്ടുപോവുക. കാരണം ആ പ്രദേശങ്ങൾ കാണുമ്പോൾ, അവർ ജീവിച്ചിരുന്ന പ്രദേശമാണ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും അവർക്കത് താങ്ങാൻ കഴിയുമോ എന്നതൊക്കെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൗൺസിലർമാരുണ്ട്. അവരുടെ കൂടി ഒരു ഒപ്പീനിയൻ എടുത്ത ശേഷമായിരിക്കും അത്തരം തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. എന്തായാലും കൂടുതൽ പേർ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ സൂചിപ്പാറ പ്രദേശത്തായിരുന്നു കൂടുതലായി ഇന്നലെ തിരച്ചിൽ നടത്തിയതും. അവിടെ നിന്നാണ് 4 മൃതദേഹങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നത്. ഇന്നാണ് അത് എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത്. കാരണം അത്ര ഏറെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന ദുർഘടം പിടിച്ചൊരു സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നാളത്തെ തിരച്ചിലിൽ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് 6 സോണുകളിലായിട്ടായിരിക്കും. മറ്റന്നാളും തിരച്ചിൽ തുടരും. അത് താഴ്ന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും. അങ്ങനെ കൃത്യമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും നാളെയും മറ്റന്നാളുമായി നടക്കുക. നാളെ ജനകീയ തിരച്ചിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക്, 6 സോണുകളിലായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള ഒരു തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ആരംഭിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ NDRF, പോലീസ്, ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്നുള്ള ഒരു തിരച്ചിൽ നാളെയും തുടരും. ഇതുവരെ 408 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ലഭിച്ചിട്ടുള്ള 4 മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, കൽപ്പറ്റയിൽ നിന്ന് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ജനകീയ തെരച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസം അത് തുടങ്ങി വെച്ചെങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അത് മുന്നോട്ട് പോയുള്ളൂ. അപ്പോൾ നാളെ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജനകീയ തെരച്ചിൽ ഉണ്ടാകും. മറ്റന്നാൾ ഈ പുഴയോരങ്ങളിലേക്കുള്ള ഒരു പരിശോധന ഒരിക്കൽ കൂടി നടത്തും എന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെ എന്നതിൽ ഒരു പക്ഷേ നാളെയൊക്കെയായി തീരുമാനമുണ്ടായേക്കും.